ടെക്സ് ആൻഡ് ഈസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് പ്രാക്ടിക്കൽ വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലുള്ള books.ots എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ ലിബർ ഓഫീസ് കാൽക്കിൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ലിസ്റ്റിലുള്ള കവിതകൾ പോയം മാത്രം പ്രദർശിപ്പിക്കുക. സൂചന: ഓട്ടോ ഫിൽറ്റർ സങ്കേതം ഉപയോഗിക്കുക. തയ്യാറാക്കിയ ലിസ്റ്റ് PDF ആയി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്ത ഫയൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് പ്ലേസസ്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 books.ots എന്ന ഫയൽ മൗസിൻ്റെ വലതുവട്ടം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് കാൽക്കി ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്കി ക്രമത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ, ഓപ്പൺ, ആനുലേറ്റ് എക്സാം, അവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9, ഇവിടെ ആ ഒരു ഫയൽ ബുക്സ് എന്ന ഫയൽ ഓപ്പൺ ചെയ്യും. ഇവിടെ പോയം എന്നതിനെ മാത്രം വേർതിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഈ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓട്ടോ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡാറ്റ മെനുവിലെ ഓട്ടോ ഫിൽറ്റർ ഉണ്ട്. രണ്ട് രീതിയിൽ ചെയ്യാം. ഓട്ടോ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തവയുടെ ടിക്ക് മാർക്ക് കളയാം. നമുക്ക് പോയം എന്നത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് പോയം എന്നത് അവിടെ നിലനിർത്താം. ബാക്കി എല്ലാത്തിൻ്റെയും ടിക്ക് മാർക്ക് കളയാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ബാക്കി എല്ലാത്തിൻ്റെയും ടിക്ക് മാർക്ക് നമ്മൾ കളഞ്ഞു. പോയം എന്നത് മാത്രമാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് പോയത്തിൻ്റെ ടിക്ക് മാർക്ക് അവിടെ നിലനിർത്തി ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ഇവിടെ ലിസ്റ്റിലുള്ള കവിതകൾ മാത്രം പ്രദർശിപ്പിക്കുക. കവിതകളെ മാത്രം വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ഫിൽറ്റർ സങ്കേതം ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ഉപയോഗിച്ചു. തയ്യാറാക്കിയ ലിസ്റ്റ് PDF ആയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്? എക്സാം 9. ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ആസ് PDF. ഇവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ആനുലേറ്റ് എക്സാമിൽ എക്സാം 9 സേവ് ചെയ്യേണ്ടത്. ഇവിടെ 9A കുട്ടിയാണെങ്കിൽ 9A, റോൾ നമ്പർ 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് ആണ് _ ക്വസ്റ്റ്യൻ നമ്പർ ആണെങ്കിൽ 1 കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. അത് എക്സ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്ത ഫയൽ നമുക്ക് നോക്കാം. പ്ലേസസിൽ ഹോം, എക്സാം 9 ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച PDF ഫയൽ. ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ. ഇനി പ്രൊജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനു ക്ലിക്ക് ചെയ്യാം. സേവ് ആസിൽ ക്ലിക്ക് ചെയ്യാം. ആനുലേറ്റ് എക്സാമിലെ എക്സാം 9
ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ, അതായത് 9A റോൾ നമ്പർ ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു മത്സര പരീക്ഷയിൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ exam_score.ots എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഓരോ കുട്ടിയുടെയും ടോട്ടൽ മാർക്ക് ടോട്ടൽ സ്കോർ എന്ന കോളത്തിൽ കാണണം. ടോട്ടൽ സ്കോർ 200-ന് മുകളിൽ വരുന്ന കുട്ടികളുടെ വിവരങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുക. അതിന് സ്റ്റാൻഡേർഡ് ഫിൽറ്റർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് exam_score.ots എന്ന ഫയൽ ഓപ്പൺ ചെയ്യണം. പ്ലേസസ് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് 9-ൽ എക്സാം സ്കോർ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് കാൽക്ക് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ കാണാൻ പറഞ്ഞാൽ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ടോട്ടൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ടോട്ടൽ കാണേണ്ട സെല്ല് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സം ഇല്ലേ, സം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ കിട്ടി. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഇതാണ് ഫിൽ ഹാൻഡിൽ. ഈ ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്താൽ നമുക്ക് തൊട്ടടുത്ത സെല്ലിലെ ആൻസറും ലഭിക്കും. മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ ആവറേജ് കാണാൻ പറഞ്ഞാൽ ആവറേജ് എഴുതി കൊടുക്കുക. ആവറേജ് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. ടോട്ടൽ ഹരിക്കണം, കീബോർഡിലെ ഹരണത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ചിഹ്നമില്ലേ, ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടുത്ത് ബാർ ചിഹ്നം. അപ്പോൾ എത്ര സബ്ജക്റ്റിലെ 1, 2, 3 3 സബ്ജക്റ്റുള്ളത്. അപ്പോൾ 3 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ അമർത്താം. അപ്പോൾ അതിൻ്റെ ആവറേജായി. അപ്പം മറ്റ് ആവറേജ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്താൽ മതി. പിന്നെ റൗണ്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട, റൗണ്ട് അതായത് പൂർണ്ണസംഖ്യകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ 61 പോയിൻ്റ് ഉള്ളത് 61 ക്രമീകരിക്കണമെങ്കിൽ ഇവിടെ റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുക. റൗണ്ട് അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് റൗണ്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ വിസാർഡിൽ ക്ലിക്ക് ചെയ്യുക. റൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ റൗണ്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്പർ എന്ന ബോക്സിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിൻ്റെ ഈ ആവറേജിൻ്റെ ഇതിൻ്റെയാണ് എന്ത് നമ്മൾ കാണേണ്ടത്? ഇതിനെയാണ് നമ്മൾ പൂർണ്ണസംഖ്യ ആക്കേണ്ടത് അല്ലേ. അപ്പോൾ G6 G6 ആണ് ഒരു ആവറേജ് സെല്ലിൻ്റെ അഡ്രസ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ എഴുതി കൊടുത്താലും മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റൗണ്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ G എന്നത് കോളത്തിൻ്റെ അഡ്രസ്സും 6 എന്നത് റോയുടെ അഡ്രസ്സാണെന്ന് മനസ്സിലാക്കാം. കോളത്തെ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു, റോയെ അക്കങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. അത് 1 വേർഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യും. അപ്പോൾ റൗണ്ട് കിട്ടി, ഇതിൻ്റെ പൂർണ്ണസംഖ്യ കിട്ടി. ഒരു പക്ഷേ ഇത് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്കാം. ഓരോ കുട്ടിയുടെയും ടോട്ടൽ മാർക്ക് ടോട്ടൽ സ്കോർ എന്ന കോളത്തിൽ നമ്മൾ കണ്ടു. ഇനി ടോട്ടൽ സ്കോർ 200-ന് മുകളിൽ വരുന്ന കുട്ടികളുടെ വിവരങ്ങൾ മാത്രം പ്രദർശിപ്പിക്കണം. 200-ന് മുകളിൽ വരുന്ന കുട്ടികളുടെ വിവരങ്ങൾ മാത്രമാണ് പ്രദർശിപ്പിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ഓട്ടോ ഫിൽറ്റർ ഉണ്ടല്ലേ, ഓട്ടോ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക.
ഓട്ടോ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാൻഡേർഡ് ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഇവിടെ ടോട്ടൽ സ്കോറ് 200 വാല്യൂ കൊടുക്കേണ്ടത്. 200 കൂടുതലാകുമ്പം ഗ്രേറ്റർ ദാൻ ആണ് കൊടുക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ ഇവിടെ 200 കൊടുക്കും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പം 200 കൂടുതൽ ടോട്ടൽ സ്കോറുള്ള കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലഭിച്ചു. അത്രയാണ് ഇതിലുള്ളത്. ഇനി ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം 9 രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ 9A റോൾ നമ്പർ ഷിഫ്റ്റ് - ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഒരേ ഫയൽ നെയിം പാടില്ല, അതുകൊണ്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റോ പറഞ്ഞാൽ വരി ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും ഓരോന്നും. ഇത് കോളം ഇൻസേർട്ട് ചെയ്യാൻ, ഇത് റോ ഇൻസേർട്ട് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ഓട്ടോ ഫിൽറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇൻസേർട്ട് ഇമേജ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇൻസേർട്ട് ചാർട്ട് ഉൾപ്പെടുത്താനെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ഹൈപ്പർ ലിങ്ക് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ക്ലോൺ ഫോർമാറ്റിംഗ് ടൂള്, ഇത് സേവ് ടൂള്, അതൊക്കെ മനസ്സിലാക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും കായികമേളയിൽ പങ്കെടുക്കുന്നതിനായി പേര് നൽകിയ കുട്ടികളുടെ വിശദാംശങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലുള്ള സ്കൂൾ സ്പോർട്സ് .ots എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ ലിബ്രിയോഫീസ് കാൽക്കിൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. കുട്ടികളെ ചുവടെ നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് തരംതിരിക്കുക. ഇവിടെ സബ് ജൂനിയർ എന്നത് 14 വയസ്സിന് താഴെയാണ്. ജൂനിയർ 14 വയസ്സ് മുതൽ 17 വയസ്സിൽ താഴെ. സീനിയർ 17 വയസ്സോ അതിൽ കൂടുതലോ. അപ്പോൾ തയ്യാറാക്കിയ ലിസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലെ സ്കൂൾ സ്പോർട്സ് .ots എന്ന ഫയൽ തുറക്കുക. പ്ലേസസ്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 സ്കൂൾ സ്പോർട്സ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബ്രിയോഫീസ് കാൽക്ക് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ ചുവടെ നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ തരംതിരിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു പുതിയ ഷീറ്റ് ഉൾപ്പെടുത്തണം. ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ താഴെ ഷീറ്റ് 1 ആണിത്. ഷീറ്റ് 2 ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു പ്ലസ് ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കെന്ത് ചെയ്യണം? 0 എന്ന് എഴുതി കൊടുക്കാം. 0 എന്ന് എഴുതി കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ 0 കൊടുക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അത് സബ് ജൂനിയർ ആയിട്ട് കരുതാനാണ്. അതുകൊണ്ട് 0 എന്ന് കൊടുത്ത് നമ്മൾ ഇവിടെ എഴുതണം? സബ് ജൂനിയർ എന്ന് എഴുതണം. സബ് ജൂനിയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ അടുത്തത് 14 എന്ന് എഴുതി കൊടുക്കുക. 14 ശ്രദ്ധിക്കുക, 14 എന്ന് കൊടുക്കുന്നത് 14 വയസ്സ് മുതൽ
17 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജൂനിയറിലാണ് പെടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കണം? കൊടുക്കേണ്ടത് 14 എന്ന് കൊടുത്തു, അവിടെ ജൂനിയർ എന്ന് ടൈപ്പ് ചെയ്യണം. ജൂനിയർ എന്ന് ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് 17 എന്ന് കൊടുക്കാം. നമുക്ക് 17 കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, 17 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള കുട്ടികളെ സീനിയർ വിഭാഗത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് അവിടെ 17 എന്ന് കൊടുത്തു, ഇവിടെ എന്ത് കൊടുക്കണം? സീനിയർ എന്ന് കൊടുക്കണം. സീനിയർ എന്ന് എഴുതി കൊടുക്കണം. ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാ മോഡൽ ക്വസ്റ്റ്യനും ഉണ്ടാവുക. നമ്പറുകളിലെ വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. പിന്നെ ഇതിനെന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടേബിൾ, ഡാറ്റ ടേബിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡാറ്റ മെനു ക്ലിക്ക് ചെയ്യുക. ഡാറ്റ മെനുവിലെ ഡിഫൈൻ റേഞ്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പേര് കൊടുക്കണം. നമുക്ക് ഇവിടെ പേര് കൊടുക്കണം, സ്പോർട്സ് എന്ന പേര് കൊടുക്കാം. ഇവിടെ കൊടുക്കുന്ന പേര് ഓർത്ത് വെക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള പേര് നിങ്ങൾ കൊടുക്കുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ഷീറ്റ് 1ലേക്ക് പോകാം. ഇവിടെ കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുക, കാറ്റഗറീൻ്റെ താഴെ. അതിനുശേഷം ഇവിടെ എഫക്ട്സിൽ ഫങ്ഷൻ വിസാർഡിൽ ക്ലിക്ക് ചെയ്യുക. ലുക്കപ്പ് ഫങ്ഷൻ ഉപയോഗിച്ച് തയ്യാറാക്കണം. അല്ല, ലുക്കപ്പ് എന്ന് എഴുതി കൊടുക്കുക. ലുക്കപ്പ്. അപ്പോൾ ഇവിടെ ലുക്കപ്പ് വന്നിട്ടുണ്ടാവും, അവിടെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് വേണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ജി കോളത്തിൻ്റെ അഡ്രസ്സും G5 ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ G5 എന്ന് പറഞ്ഞു അല്ലേ. നമ്മളിവിടെ നേരത്തെ കൊടുത്ത പേര് സ്പോർട്സ് എന്നല്ല, സ്പോർട്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടിയിട്ട് സീനിയർ വിഭാഗത്തിൽ പെടുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സീനിയർ വിഭാഗത്തിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യനിൽ നോക്കാം നമുക്ക്. 17 വയസ്സോ അതിൽ കൂടുതലോ ആയാൽ സീനിയർ വിഭാഗത്തിലാകും. അതുപോലെ 14 വയസ്സ് മുതൽ 17 വയസ്സിൽ താഴെ ആയാൽ അത് ജൂനിയർ വിഭാഗത്തിലും 14 വയസ്സിന് താഴെ സബ് ജൂനിയർ വിഭാഗത്തിലും ആയിരിക്കും. ഇങ്ങനെയാണ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടിയാൽ നമുക്കിതിനെ ഈ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ആക്ടിവിറ്റി ആൻസർ ലഭിച്ചു. എത്രയാണുള്ളത് അതിൽ? സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആനുവൽ എക്സാം 9ൽ രജിസ്റ്റർ നമ്പർ _ നമ്പർ 9A ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 3 കൊടുക്കുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു മത്സര പരീക്ഷയിൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലുള്ള എക്സാം സ്കോർ OTS എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ ലിബറോഫീസ് കാൽക്കിൽ തുറന്ന് പുതിയൊരു ഷീറ്റിൽ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ, ആകെ മാർക്ക് എന്നിവ മാത്രം ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ, ആകെ മാർക്ക് എന്നിവ മാത്രം കോപ്പി ചെയ്ത് പുതിയ ഷീറ്റിൽ പേസ്റ്റ് ചെയ്യുക. അതായത് പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുക. കുട്ടികളെ ആകെ മാർക്കിൻ്റെ അവരോഹണ ക്രമത്തിൽ ക്രമപ്പെടുത്തണം. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ ക്രമപ്പെടുത്തണം. തയ്യാറാക്കിയ ഫയൽ ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9 എന്ന ഫോൾഡറിലെ എക്സാം സ്കോർ OTS എന്ന ഫയൽ തുറക്കാം. പ്ലേസസ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 9, അതിൽ എക്സാം സ്കോർ, റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ വിത്ത് ലിബറോഫീസ് കാൽക്ക്. കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ, ആകെ മാർക്ക് എന്നിവ കോപ്പി ചെയ്ത്
പുതിയ ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ, ടോട്ടൽ സ്കോർ എന്നിവ കോപ്പി ചെയ്യുക. ശ്രദ്ധിക്കുക, കൺട്രോൾ കീ പ്രസ് ചെയ്ത് ആവുന്നുണ്ടോ നോക്കട്ടെ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇടുക. മൾട്ടിപ്പിൾ സെലക്ഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. പുതിയൊരു ഷീറ്റിൽ പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ച് ചെയ്യാം. പേസ്റ്റ് സ്പെഷ്യൽ ടെക്സ്റ്റ് നമ്പേഴ്സ് അവിടെ നിലനിർത്താം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് ഷീറ്റ് 1 ടോട്ടൽ സ്കോർ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. ഷീറ്റ് 2 റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യലിൽ ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കുട്ടികളെ ആകെ മാർക്കിൻ്റെ അവരോഹണ ക്രമത്തിൽ ക്രമപ്പെടുത്തണം. അതിനുവേണ്ടി ഫസ്റ്റ് ടോട്ടൽ സ്കോർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡാറ്റ മെനുവിൽ സോർട്ട് ഡിസെൻഡിങ് ക്ലിക്ക് ചെയ്യുക. കറൻറ്റ് സെലക്ഷൻ അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുക. ഇവിടുന്ന് സെലക്ട് ചെയ്യണേ. ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഡാറ്റ മെനു ഡിസെൻഡിങ് ഓർഡർ കറൻറ്റ് സെലക്ഷൻ. അപ്പോൾ ശരിയല്ല. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു പ്രവർത്തനത്തിലുള്ളത്. കുട്ടികളെ ആകെ മാർക്കിൻ്റെ അവരോഹണ ക്രമത്തിൽ ക്രമപ്പെടുത്താൻ പറഞ്ഞു, അത് ചെയ്തു. തയ്യാറാക്കിയ ഫയൽ ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സേവ് ചെയ്യാൻ അറിയാം. ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ആനുവലായിട്ട് എക്സാം 9 രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ 9A ആണ്. 9A കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 4 സേവ് ബട്ടൺ പ്രസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എക്സാമിന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഇവിടെ ഉണ്ടായിരിക്കണം. എക്സാം 9 ഉണ്ടായിരിക്കണം. ഹോമിൽ എക്സാം 9 നമ്മൾ സേവ് ചെയ്ത് വെച്ച എല്ലാ ഫയലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലിബർ ഓഫീസ് കാൽക്കിലുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഈഫ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ലുക്കപ്പിന് പകരം ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതും കുട്ടികൾ ശ്രദ്ധിക്കുക. ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നിങ്ങൾ നോക്കേണ്ടതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.